നമസ്തേ. നാം ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ പരമപ്രധാനമായൊരു കാര്യമാണ്. ആ അടിത്തറയുടെ ഡെപ്ത്, ആഴമെന്ന് പറയുന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്, അല്ലേ? അതുപോലെ തന്നെ ഒരു റോസാ ചെടി നടുമ്പോൾ അത് എത്ര താഴ്ചയിൽ കുഴിച്ചിട്ട് ഒരു റോസാ ചെടി നടണം, ഒരു പ്ലാവ്, ഒരു മാവ്, ഒരു തേക്ക് നടുമ്പോൾ എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാണ് അതിനെ, എത്ര ഡെപ്തിലേക്ക് കുഴി ഉണ്ടാക്കിയിട്ടാണ് അത് നടുന്നത് എന്ന് നോക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ചെറിയ ചെടികളാണെങ്കിൽ, റോസാ ചെടി പോലെയുള്ള ചെടികളാണെങ്കിൽ ചെറിയ കുഴി മതിയാകും. പക്ഷേ വൻമരങ്ങൾ വയ്ക്കുമ്പോൾ അതിന് വലിയ ആഴത്തിൽ കുഴിയെടുക്കേണ്ടി വരും. നാം സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. പല വ്യക്തികളും പെട്ടെന്ന് തന്നെ വളർച്ചയിലേക്ക് പോകുന്നത് കാണാം. പക്ഷേ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അവരവിടെ സ്റ്റക്കായി പോകുന്നു, അല്ലെങ്കിൽ ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കുന്നു. അതിൻ്റെ കാരണം ഇതാ. പ്രകൃതിയിലേക്ക് നോക്കിയാൽ അതിനുള്ള ഉത്തരം, മുൻപ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ആ അടിത്തറ ഭദ്രമല്ല എന്നുള്ളതാണ് കാരണം. നാം ഒരു പടി ഉയരുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ച ബോധം നമ്മെ ഒരു പടി ഉയർത്തുന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നാം നമ്മുടെ ഈഗോ, ഞാനാണ് എന്നുള്ള അഹംബോധം അതുപേക്ഷിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരംശമാണ് ഞാനെന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാൻ നാം സദാ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് നൽകപ്പെട്ട വരദാനങ്ങളെല്ലാം നമ്മോടൊപ്പം എക്കാലവും ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു.